ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കൻ ഗ്രേവിയുടെ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം മസാലകളെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ തേങ്ങ ചെറുതായി അരിഞ്ഞ് ഒരു അരമുറി തേങ്ങ ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ വീട്ടിലരച്ച മസാലയും ചിക്കൻ മസാല 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പട്ടഗ്രാം, വലിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. 4-5 ഉണക്കമുളക് കുരു കളഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല, പുതിന ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചെറുപുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിന്. അപ്പോൾ ചിക്കൻ നല്ലോണം 4-5 വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പത്ത് കുക്കറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പട്ടഗ്രാം, വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. 4-5 ഉണക്കമുളക് കുരു കളഞ്ഞതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് കിട്ടും ഈ ഗ്രേവിക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടും ഗ്രേവിക്ക്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല കടിക്കാനത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ പരുവത്തിലാവുമ്പോൾ നമുക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയുള്ള ഗ്രേവിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാത്തിനും പറ്റുന്ന ഒരു ഗ്രേവിയാണ്. റൈസിന് എടുക്കാൻ പറ്റും ഈ ഗ്രേവി. പിന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറിയുള്ളിയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുള്ളി ഗ്രേവിക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. സബോളയെക്കാട്ടും ചെറിയുള്ളി നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ആദ്യം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. ഈ 2 ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മിക്സാക്കി കൊടുക്കാം. ഗീ ഒഴിച്ച് കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ചെറു തീയിൽ വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിനി മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ മിക്സാക്കി കൊടുത്ത ശേഷം പച്ചമണം ഒന്ന് മാറുന്ന വരയ്ക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 4-5 വെള്ളത്തിൽ കഴുകി വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുക്കണം. ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സാക്കി കൊടുത്ത ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം. മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഗ്രേവി റെഡിയാവും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. താങ്ക് യു.